നമസ്കാരം. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. EVM-കൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF-ഉം UDF-ഉം. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. എല്ലാ പ്രവചനങ്ങളിലും മുന്നിലെത്താനായത് UDF-ന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 സീറ്റുകളിലെങ്കിലും വിജയിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് BJP. ഫലസൂചനകൾ കൃത്യമായി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മീഡിയ ടൈമും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. തൃശൂർ അരിമ്പൂരിൽ കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തിയ ചാക്കിൽ നിന്ന് 6 എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു. സ്ത്രീയുടെ അടിവസ്ത്രവും ഇതോടൊപ്പം ലഭിച്ചു. വെള്ളം കോരുന്ന കയർ ഇറക്കി പൊക്കി കയറ്റിയപ്പോഴാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കല്ല് കെട്ടിയിട്ട നിലയിൽ അസ്ഥി കണ്ടെത്തിയത്. അങ്കമാലിയിലെ ആനയുടെ പരാക്രമത്തിൽ പരിക്കേറ്റ പാപ്പാൻ പ്രദീപിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന ആശുപത്രി. പ്രദീപിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആനാപ്പുഴയിൽ കല്യാണ റിസപ്ഷനിൽ കൂട്ടത്തല്ല്. പരിക്കേറ്റ 4 വയസ്സുകാരനുൾപ്പെടെ 4 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആനാപ്പുഴ വിദ്യാർത്ഥിദായിനി സഭാ ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന റിസപ്ഷനിടെയാണ് കൂട്ടത്തല്ല് നടന്നത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ അരിമ്പൂരിൽ കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തിയ ചാക്കിൽ നിന്ന് 6 എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു. സ്ത്രീയുടെ അടിവസ്ത്രവും ഇതോടൊപ്പം ലഭിച്ചു. 14-ാം വാർഡിൽ ന്യൂ ജനറേഷൻ റോഡിനടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലന്റെ വീടിന് പിറകിലുള്ള കിണറിലാണ് അസ്ഥി കണ്ടെത്തിയത്. വെള്ളം കോരുന്ന കയറിറക്കി പൊക്കി കയറ്റിയപ്പോഴാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കല്ല് കെട്ടിയിട്ട നിലയിൽ അസ്ഥി കണ്ടെത്തിയത്. തുടർന്ന് ചാക്ക് വലിച്ചു കയറ്റി പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ 6 ചെറിയ എല്ലിൻ കഷ്ണങ്ങളും ഒരു സ്ത്രീയുടെ അടിവസ്ത്രവും കണ്ടെത്തിയത്. ഇതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്കമാലിയിലെ ആനയുടെ പരാക്രമത്തിൽ പരിക്കേറ്റ പാപ്പാൻ പ്രദീപിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന ആശുപത്രി. പ്രദീപിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രദീപിന് നട്ടെല്ലിനും തലയ്ക്കുമാണ് പരിക്കേറ്റത്. ആനയുടെ ആക്രമണത്തിൽ ലോറി ഡ്രൈവർ വിഷ്ണു കൊല്ലപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രദീപിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം ആനയെ ഉടമ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. ആന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ ചെലവ് ഉടമ വഹിക്കും. ആനാപ്പുഴയിൽ കല്യാണ റിസപ്ഷനിൽ കൂട്ടത്തല്ല്. പരിക്കേറ്റ 4 വയസ്സുകാരനുൾപ്പെടെ 4 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആനാപ്പുഴ വിദ്യാർത്ഥിദായിനി സഭാ ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന റിസപ്ഷനിടെയാണ് കൂട്ടത്തല്ല് നടന്നത്. പരിക്കേറ്റ കുട്ടിയുടെ നെറ്റിയിൽ 5 സ്റ്റിച്ചുണ്ട്. കുട്ടിയുടെ അമ്മയ്ക്കും അപ്പൂപ്പനും പരിക്കേറ്റു. വിവാഹത്തിൽ പങ്കെടുത്ത തിരുവഞ്ചിക്കുളം സ്വദേശിയായ ഒരാൾക്കും പരിക്കുണ്ട്. പരിക്കേറ്റ 3 പേർ മെഡിക്കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാത്രം കൊണ്ടുള്ള ഏറിലാണ് 4 പേർക്കും മുറിവേറ്റത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം നടത്തിവരുന്നു. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. അക്കാദമി ഡയറക്ടർ സേതുരാമനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. 2025 ഏപ്രിൽ 3-നാണ് 32A ബാച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത്. 1 വർഷക്കാലത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമതാ പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഷീൽഡ് ആൻഡ് ലത്തി ഡ്രിൽ, 1 മിനിറ്റ് ഡ്രിൽ, സെറിമോണിയൽ ഡ്രിൽ, സ്വേർഡ് ഡ്രിൽ, കെയിൻ ഡ്രിൽ, മോബ് ഓപ്പറേഷൻ, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് റീഡിംഗ്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ, കരാട്ടെ, യോഗ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ കീഴിൽ കമാൻഡോ ട്രെയിനിംഗ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ്, കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിംഗ് എന്നിവയിലും അത്യാധുനിക ആയുധങ്ങളായ AK-47, താർ, ഇൻസാസ്, SLR, LMG ഗ്ലോക്ക് പിസ്റ്റൾ, 9mm പിസ്റ്റൾ, കാർബൈൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകിയിട്ടുണ്ട്. The true measure of any society can be found in how it treats its most vulnerable members. As police officers, you will often deal with vulnerable, the distressed women seeking help, the frightened child, the elderly victim of a fraud, or the accident victim on the roadside. Media Time, Thrissur.
പനപ്പറമ്പിലെ മിനി ബാറിന് എക്സൈസിന്റെ പൂട്ട്. രഹസ്യവിവരപ്രകാരം കൊടുങ്ങല്ലൂർ റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ കിഷോറും സംഘവും നടത്തിയ പരിശോധനയിൽ 7 ലിറ്റർ മദ്യം പിടികൂടി. പെരിഞ്ഞനം പനപ്പറമ്പ് തയ്യിൽ വീട്ടിൽ ശശിയുടെ മോട്ടോർ ഷെഡിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 7 ലിറ്റർ മദ്യം പിടികൂടിയത്. ഡ്രൈ ഡേ ദിനങ്ങളിൽ കൂടിയ വിലയിൽ മദ്യം വിൽക്കുന്നതിനിടയിലാണ് ശശി മദ്യവുമായി പിടിക്കപ്പെട്ടത്. മുൻപും ഇയാൾക്ക് എക്സൈസിൽ നിരവധി കേസുകളുണ്ട്. ഏത് സമയത്ത് ചെന്നാലും മദ്യം ലഭിക്കുമെന്നതിനാൽ പനപ്പറമ്പിലെ മിനി ബാർ എന്നാണ് ശശിയുടെ കുപ്പിക്കച്ചവടത്തിന് നാട്ടുകാർ നൽകിയ പേര്. തുരുത്തിപ്പറമ്പ് വിനോദ സ്മാരക ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ജോസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയൻ ഗ്രീഷ്മ വിനോജ്, വായനശാല സെക്രട്ടറി അനു, കമ്മിറ്റി അംഗങ്ങളായ ദീപ കൃഷ്ണ, അഭിനവ് എന്നിവർ സംസാരിച്ചു. ഈസി ചെസ് അക്കാദമി ട്രെയിനർമാരായ PS സ്മിത, ആതിര തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അരിമ്പൂരിൽ കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തിയ ചാക്കിൽ നിന്ന് 6 എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു. സ്ത്രീയുടെ അടിവസ്ത്രവും ഇതോടൊപ്പം ലഭിച്ചു. വെള്ളം കോരുന്ന കയർ ഇറക്കി പൊക്കി കയറ്റിയപ്പോഴാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കല്ല് കെട്ടിയിട്ട നിലയിൽ അസ്ഥി കണ്ടെത്തിയത്. അങ്കമാലിയിലെ ആനയുടെ പരാക്രമത്തിൽ പരിക്കേറ്റ പാപ്പാൻ പ്രദീപിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി. പ്രദീപിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആനാപ്പുഴയിൽ കല്യാണ റിസപ്ഷനിൽ കൂട്ടത്തല്ല്. പരിക്കേറ്റ 4 വയസ്സുകാരൻ ഉൾപ്പെടെ 4 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആനാപ്പുഴ വിദ്യാർത്ഥിദായിനി സഭാ ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന റിസപ്ഷനിടെയാണ് കൂട്ടത്തല്ല് നടന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.